ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പയ്യാവൂരാണ്. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ ഊട്ടുമഹോത്സവം നടക്കലാണ്. 12 ദിവസമാണ് ഇവിടുത്തെ ഊട്ടുമഹോത്സവം. കുംഭം 1 മുതൽ കുംഭം 12 വരെയാണ് ഉത്സവം. ഇവിടെ ഇന്ന് കുംഭം 10ആണ്. ഇന്ന് കുംഭം 10-നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇന്ന് ആനപ്പുറത്ത് ഉത്സവമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു അമ്പലമാണിത്. നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ പയ്യാവൂർ ശിവക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആനേനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് ചെറുപ്പത്തിലൊക്കെ ഇത് വരാറ്. ആന എന്നുള്ളത് നമ്മളൊരു വീക്ക്നെസ്സാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉള്ളത് പ്രധാനപ്പെട്ട പരിപാടി കാഴ്ചവരവാണ്. ഓരോ നെയ്യമൃതം നടത്തുന്നു. ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ പഴക്കൊലയൊക്കെ തൂക്കിയിട്ട് വരുന്ന ഒരു നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇതൊക്കെ ഓരോരോ സമയങ്ങളിലാണ് നടക്കുന്നത്. ഉത്സവം കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ കാഴ്ചവരവൊക്കെ. അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയൊക്കെ നടന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇടുന്നേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നത് കുടകിൽ നിന്ന് വരുന്ന ആൾക്കാർ തിരിച്ചു പോകുന്നതാണ്. ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരും. അവരൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നത് ആ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദേശീയ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലും പുറം നാട്ടിലുള്ളവരെല്ലാം ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടാവും. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ അമ്പലക്കുളമാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ എത്തിയപാട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം കുട്ടികൾ പറഞ്ഞു നമുക്ക് വെറുതെ വെള്ളത്തേക്ക് ഇറങ്ങി നോക്കാം. നല്ല ആഴമുള്ള കുളമാണ്. പക്ഷേ ഇപ്പം വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവായതുകൊണ്ട് അത്രയും വെള്ളം കുറവാണ്. മഴക്കാലത്ത് നിറഞ്ഞിട്ടുണ്ടാവും ഈ കുളം. നല്ല ഭംഗിയാട്ടോ ഈ കെട്ടുന്ന കുളം. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നേരം കൂട്ടിയത്. കാരണം ഉച്ചയാവുമല്ലോ, ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ ഉച്ചയാവും. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പോയപാടെടുത്ത വീഡിയോസാണ് ഈ കാണുന്നതൊക്കെ. രാവിലെ പോയപാട് തന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നമ്മൾ ചന്ത മൊത്തം കണ്ട്. ഒരുപാട് ചന്തകളുണ്ട്. പയ്യാവൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ആ നാടിൻ്റെയും നാട്ടുകാരെയും തന്നെ ഒരു വലിയ ഉത്സവമായതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ജാതി മതത്തിലും പെട്ട ആൾക്കാരും ഇവിടെ ഉത്സവം കാണാൻ അമ്പലത്തിനുള്ളിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലെങ്കിൽ കൂടി പുറത്തുണ്ടാവും. ഇവിടെ ചന്തയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്ത് വേണമെങ്കിലും ഉണ്ടാവും. കാരണം വിവിധ തരം സാധനങ്ങളുള്ള വലിയൊരു ചന്ത തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ ചന്ത ഫുൾ കണ്ട് ഒരുപാട് നടന്ന് കാണാൻ മാത്രം നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കൊണ്ട് നിറച്ചിട്ടുണ്ട്. പൈസ മാത്രം മതി, നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ഒരുപാട് കുട്ടിക്കാലത്തേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പുറകേക്ക് നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. നമ്മളിതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വാങ്ങിയാൽ മാത്രം പോരാ, നമുക്ക് വീട്ടിലേക്കും പോകണ്ടേ. അതുകൊണ്ട് ഇതൊക്കെ എല്ലാം കൂടെ വാങ്ങിയാൽ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ മുട്ടായികളാണ് കേട്ടോ. നമ്മളെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടായികൾ. ഒരുപാട് നല്ല നല്ല മൺഭരണികളും മൺപാത്രങ്ങളും
വിഗ്രഹങ്ങളൊക്കെ എന്ത് രസമാണ് കാണാമെന്നറിയോ. ഇതൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം ഇതൊന്നും വാങ്ങിയാൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് എടുത്തിട്ട് പോകാനാവില്ല, കാരണം ഒന്നാമത് ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് നടന്നിട്ട് പോകാൻ തന്നെ നമുക്ക് പറ്റില്ല. അപ്പം പിന്നെ ഇതെല്ലാം കൂടി എടുത്തിട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കണ്ടോ, നല്ല നല്ല ചട്ടിയും നല്ല മണ്ണിൻ്റെ കപ്പുകളും ഒക്കെ ഉണ്ട്. വേറെയും ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്.